ഏറ്റവും കൂടുതൽ എനർജി ഡിമാൻഡിങ്ങും നമ്മൾ എക്സോസ്റ്റ് ആകാൻ പോകുന്ന ദിവസമാണിത്. കാരണം ഇന്നാണ് നമ്മൾ നമ്മുടെ ലോവർ ബോഡി, നമ്മുടെ ലെഗും നമ്മുടെ ഫ്രണ്ട് ഡെൽറ്റും സൈഡ് ഡെൽറ്റും ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മുടെ ആദ്യ പുഷ് ഡേയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെഗിൻ്റെ കൂടാണ് നമ്മൾ നമ്മുടെ ഫ്രണ്ട് ഡെൽറ്റിനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന്. അതുപോലെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചൊരു റീസെൻ്റ്ലി കമൻസിലെല്ലാം ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ലീനായിട്ട് ഇരിക്കുന്നതെന്ന്. സോ അതിന് വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. നോർമലി നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ നന്നായിട്ട് ഹെവി ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുന്ന ദിവസം, എസ്പെഷ്യലി നമ്മൾ ലെഗൊക്കെ ചെയ്യുന്ന ദിവസം എൻ്റെ കാലറീസ് കുറച്ചുകൂടി കൂട്ടാറുണ്ട്. കാർബ്സൊക്കെ ഞാൻ കുറച്ചുകൂടി ലോഡ് ചെയ്യാറുണ്ട്. അല്ലാതെ നോർമൽ ഡേയ്സിലെല്ലാം ഞാൻ എൻ്റെ മെയിൻ്റനൻസ് കാലറിന്ന് ഒരു സ്ലൈറ്റ് ഡെഫിസിറ്റിലാണ് പോകുന്നത്. സോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ലീനായിട്ട് ത്രൂ ഔട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ആവുന്നേ ഉള്ളൂ, വലിയ ആനക്കാര്യമൊന്നുമല്ല. അന്നേരം നമ്മുടെ ഇന്നത്തെ വർക്കൗട്ടിൽ നമ്മുടെ ക്വാഡ്സും ഗ്ലൂട്ടിനും ഒരു കോമ്പൗണ്ട് മൂവ്മെൻറ്റും, നമ്മുടെ ഹാംസ്ട്രിങ്സ്, കോഡ്സ്, നമ്മുടെ കാവ്സ്, ഇതിനെല്ലാം ഓരോ ഐസൊലേഷൻ എക്സസൈസും, നമ്മുടെ ഫ്രണ്ട് ഡെൽറ്റിനും സൈഡ് ഡെൽറ്റിനും ഓരോ എക്സസൈസും മാത്രമേ നമ്മളിന്ന് ചെയ്യുന്നുള്ളൂ. വളരെ സിമ്പിളും എന്നാൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടാണിത്. സോ നമുക്ക് സമയം ഒട്ടും കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ടാണ് സ്ക്വാട്ട്. എൻ്റെ പുഷ് ഡേ കണ്ടാലും ഫുൾ ഡേ കണ്ടാലും നിങ്ങൾക്ക് കോമൺ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വർക്കൗട്ടെല്ലാം ഫസ്റ്റിലെ തുടങ്ങുന്നത് ഒരു കോമ്പൗണ്ട് മൂവ്മെൻറ്റിലാണ്. കാരണം ഞാൻ അത്യാവശ്യം എനിക്ക് ഹൈപ്പർട്രോഫിയുടെ കൂടെ തന്നെ അത്യാവശ്യം സ്ട്രെങ്ത് കൂടി ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സോ എൻ്റെ ഫസ്റ്റ് വർക്കൗട്ട്, ഫസ്റ്റ് മൂവ്മെൻറ്റ് എപ്പോഴും ഞാൻ ചൂസ് ചെയ്യുന്നത് ഒരു കോമ്പൗണ്ട് മൂവ്മെൻറ്റിൽ നിന്നാണ്. സോ നമ്മുടെ ലെഗിലോട്ട് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് സ്ക്വാട്ടാണ്. എന്തുകൊണ്ട് സ്ക്വാട്ട് എന്ന് വയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ നെടുന്തൂണാണ് നമ്മുടെ കാലുകൾ. നമ്മുടെ ബോഡിയിലെ 60% മസിൽസ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കാലിലാണ്. ഓടാനായിക്കോട്ടെ, ചാടാനായിക്കോട്ടെ, ഈവൻ നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാനായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലോവർ ബോഡി വർക്കൗട്ടാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇത് ലെഗ് ഡേയിൽ വരാൻ താല്പര്യമില്ല, എനിക്ക് ഒരൊറ്റ വർക്കൗട്ട് മാത്രം ചെയ്താൽ മതി, മാസീവായിട്ട് നിങ്ങൾക്ക് ഒരു ലെഗിന് ഗ്രോത്ത് വേണം, നിങ്ങളുടെ കോഡ്സിനെയും നിങ്ങളുടെ ഗ്ലൂട്ട്സിനെയും വളർത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒരൊറ്റ വർക്കൗട്ട് ഏതാണെന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണു അടച്ച് പറയും, ആ ഒരൊറ്റ പേര് സ്ക്വാഡ്സ് ആണ്. രണ്ടാമതായിട്ട് നമ്മുടെ ക്വാഡ്സിനെ ഐസൊലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ലെഗ് എക്സ്റ്റൻഷൻ. എന്തുകൊണ്ട് ലെഗ് എക്സ്റ്റൻഷൻ എന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ലെഗിലെ വലിയൊരു മസിൽ ഗ്രൂപ്പാണ് ക്വാഡ്രിസെപ്സ്. 4 ചെറിയ മസിൽസ് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന വലിയൊരു ഗ്രൂപ്പാണ് ക്വാഡ്സ്. സോ ഇതിലെ റെക്ടസ് ഫീമോറിസ് എന്ന് പറഞ്ഞൊരു ഒരു മസിലുണ്ട്. സോ ഇവനെ നമുക്ക് പ്രോപ്പറായിട്ട് സ്ക്വാട്ട് ചെയ്യുമ്പോൾ ടാർഗറ്റ് ചെയ്യാൻ പറ്റൂല, അല്ലെ പ്രോപ്പറായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റൂല. സോ ഇതിനെ നമുക്ക് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാൻ ലെഗ് എക്സ്റ്റൻഷൻ കൂടി പറ്റുമെന്ന് മൾട്ടിപ്പിൾ റിസർച്ചസിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈവൻ നമ്മുടെ പ്രോ ബോഡി ബിൽഡേഴ്സ് ആയിക്കോട്ടെ, ഈവൻ വലിയ കോച്ചസ് ആണെന്നുണ്ടെങ്കിലും. സോ ഈ റെക്ടസ് ഫീമോറിസിനെ ടാർഗറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ലെഗ് എക്സ്റ്റൻഷൻ. സോ റെക്ടസ് ഫീമോറിസിനെയും ക്വാഡ്സിനെയും നിങ്ങൾക്ക് ഐസൊലേറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. ഈവൻ ഞാൻ ചെയ്യുന്ന ഒരു സാധനമാണ് ലെഗ് എക്സ്റ്റൻഷൻ. മൂന്നാമതായിട്ട് നമ്മുടെ ഹാംസ്ട്രിങ്ങിനെ ഐസൊലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സസൈസ് ആണ് ലെഗ് കേൾസ്. നോർമലി എൻ്റെ ജിമ്മിൽ ഈ ഒരു മെഷീൻ ഉണ്ട്. ഈ മെഷീൻ നിങ്ങളുടെ ജിമ്മിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടും. എന്താണെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് അതിനകത്ത് ഇരുന്നതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഗ് യൂസ് ചെയ്ത് താഴോട്ട് ഹാംസ്ട്രിങ്സ് യൂസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ഈ ഒരു മെഷീൻ നിങ്ങളുടെ ജിമ്മിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ കിടന്നതിന് ശേഷം ഹാംസ്ട്രിങ് വെച്ച് യൂസ് ചെയ്തതിന് ശേഷം വലിക്കണ ആ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. മേക്ക് ഷുവർ നിങ്ങൾ ഹാംസ്ട്രിങ്ങിന് ബാക്കിയുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം ലെഗിന് ചെയ്യുമ്പം ഹാംസ്ട്രിങ്ങിനുള്ള മൂവ്മെൻറ്റ് നിങ്ങൾ ഒരു കേളിംഗ് മൂവ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമ്മുടെ കാഫിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം അവിടെ നമുക്ക് 2 മസിൽസാണുള്ളത്, സോളിയസും ഗ്യാസ്ട്രോണീമിയസും. ഇവരുടെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഈ 2 മസിൽസിനെ ഒരൊറ്റ എക്സസൈസിൽ നമുക്ക് പ്രോപ്പറായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. നോർമലി നമ്മൾ ജിമ്മിൽ സ്റ്റാൻഡിങ് പൊസിഷനിൽ ചെയ്യുന്ന കാഫ് റേസ് ചെയ്യുമ്പം ഒരു മസിൽ മാത്രമേ അവിടെ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കാറുള്ളൂ. മറ്റേ ആളെന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുത്ത് വേണ്ടത്ര സ്റ്റിമുലസ് നമ്മുടെ സോളിയസിന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സോ നിങ്ങളുടെ ജിമ്മിൽ ഒരു സീറ്റിംഗ് പൊസിഷനിൽ ഇരുന്ന് ചെയ്യുന്ന കാഫ് റേസ് മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ആദ്യം നിങ്ങൾ സ്റ്റാൻഡിങ് പൊസിഷനിൽ നിന്ന് നമ്മുടെ നോർമൽ കാഫ് റേസ് ചെയ്തതിന് ശേഷം സീറ്റിംഗ് പൊസിഷനിൽ വന്നതിൻ്റെ ശേഷം അതിൻ്റെ ഒരു 2 സെറ്റ് കൂടെ അടിക്കുക. ഇനി നമ്മുടെ ഷോൾഡർ വർക്കൗട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ പെട്ടെന്നൊരു സാധനം പരിചയപ്പെടുത്താം. നിങ്ങൾക്കറിയാം, നമ്മുടെ മസിൽസിൽ വാട്ടറിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ നമ്മുടെ സ്ട്രെങ്തിലും പെർഫോമൻസിലും
കാര്യമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ക്രിയേറ്റിൻ. സോ ഇത് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ക്രിയേറ്റിൻ നമ്മുടെ മസിൽ ബ്ലേസിൻ്റെയാണ്. സോ ഇത് അവരുടെ ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള ക്രിയാമ്പാണ്. സോ ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റിൻ്റെ പുതിയ വെർഷനാണിത്. സോ നല്ലൊരു ക്രിയേറ്റിൻ നോക്കുന്നുണ്ടെങ്കിൽ ക്രിയാമ്പ് നിങ്ങൾക്കുള്ളതാണ്. ഇത് നമ്മുടെ പഴയ വെർഷൻ പോലല്ല, ഒന്നുകൂടി സുപ്പീരിയർ ആണ്. ഇൻഹൗസ് ഡെവലപ്ഡ് പേറ്റന്റ് പെൻഡിങ് ഫോമുലയായ ക്രീ അബ്സോർബ് ഇതിലുണ്ട്. സോ ബെറ്റർ ആയിട്ട് നമ്മുടെ ബോഡി ഇതിനെ അബ്സോർബ് ചെയ്യുകയും ബെറ്റർ പെർഫോമൻസും ബെറ്റർ റിക്കവറിയും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. സോ ഡെയിലി ഒരു 3 grams എടുക്കാൻ നിങ്ങൾക്ക് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. മേടിക്കാനുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സോ കോളംബിന്ന് കോഡ് കൂടി നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മുടെ ഷോൾഡറിലോട്ട് വരുമ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യാതെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ബേസിക് മൂവ്മെൻറ്റിൽ പ്രോഗ്രസീവ് ഓവർലോഡ് കൊടുത്താണ് നമ്മൾ പോകുന്നത്. അതാണ് എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ളത്, അതാണ് ഞാൻ നിങ്ങളുടെ അടുത്തും പറഞ്ഞ് തരാറുമുള്ളത്. സോ പുഷ് ഡേയിൽ ചെയ്യുമ്പം നമ്മുടെ ചെസ്റ്റും ട്രൈസും കഴിഞ്ഞതിന് ശേഷം എനിക്ക് എനർജി അങ്ങനെ പ്രോപ്പറായിട്ട് ഫീൽ ചെയ്യാറില്ല ഷോൾഡർ കൂടി പുഷ് ചെയ്യാൻ. സോ ലോവർ ബോഡി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഷോൾഡർ മസിൽസ് ഫ്രഷ് ആണ്. സോ എനിക്ക് പ്രോപ്പറായിട്ട് എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ള ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. സോ നിങ്ങൾക്കും നിങ്ങളുടെ ട്രയൽ ആൻഡ് എറർ വഴി നോക്കാം നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ ആ സ്പ്ലിറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. സോ ഫസ്റ്റിലെ ഞാൻ ചെയ്യണതെന്ന് പറഞ്ഞാൽ ഡംബൽ പ്രസ്സിൻ്റെ ഒരു 3 സെറ്റ്, അതും 8നും 12നും ഇടയ്ക്ക് ഫെയിലിയർ അടിക്കുന്ന തരത്തിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് ചെയ്യണത്. രണ്ടാമതായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു മൂവ്മെൻറ്റ് ഏതാണെന്ന് ചോദിക്കുകയെന്നുണ്ടെങ്കിൽ അത് ലാറ്ററൽ റൈസ് ആണ്. കാരണം നമ്മുടെ സൈഡ് ഡെൽറ്റിനെ ടാർഗറ്റ് ചെയ്യാൻ വേറെ മൂവ്മെൻറ്റോ വേറെ എക്സസൈസോ നമ്മളങ്ങനെ ചെയ്യാറില്ല. പൊതുവേ എൻ്റെ ജിമ്മിൽ ഞാൻ ചെയ്യണത് ഇത് കേബിളിലാണ്. നിങ്ങൾക്ക് ഡംബലിൽ വേണമെങ്കിലും ചെയ്യാം. ഈവൻ ഞങ്ങളുടെ ജിമ്മിൽ മെഷീനുണ്ട്. സോ മെഷീൻ ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്കൊരു ബെറ്റർ മൈൻഡ് മസിൽ കണക്ഷൻ തോന്നിയിട്ടുള്ളത് എനിക്ക് കേബിളിൽ ചെയ്യുമ്പോഴാണ്. എഗെയിൻ ഇതിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് ഓവറായിട്ട് നമ്മൾ ലാറ്ററൽ റൈസ് വെയിറ്റ് കൂട്ടി ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് മാത്രമേ ചെയ്യാറുള്ളൂ. ഓവറായിട്ട് വെയിറ്റ് കയറുമ്പോഴത്തേന് നമുക്ക് ആ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എൻ്റെ മൂവ്മെൻറ്റിൽ നോക്കിയാൽ മനസ്സിലാവും, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് എടുത്താണ് ഞാനിവിടെ ചെയ്യുന്നത്. കൂടുതൽ വെയിറ്റ് ആരടിക്കുന്നു എന്നതിലല്ല ലാറ്ററൽ റൈസ് കാര്യം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് എയിൽ നിന്ന് ബിയിലോട്ട് എങ്ങനെ എത്തിക്കാം എന്നുള്ളൊരു മൂവ്മെൻറ്റ് മൈൻഡിൽ മാത്രം നിങ്ങൾ വെച്ചിരുന്നാൽ മതി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഓവറായിട്ട് നിങ്ങളുടെ കൈ കൂടി പൊക്കുമ്പോഴത്തേന് നമ്മുടെ ട്രാപ്പ് കൂടി എൻഗേജ് ആവാറുണ്ട്. സോ ട്രാപ്സ് കൂടി നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം ഇതിലില്ല. ഒരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഷോൾഡർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് പൊക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാപ്സ് എൻഗേജ് ആകും. സോ ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയിട്ടുണ്ടെന്ന് ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നതായിരിക്കും.